ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു പരീക്ഷയാണ് കേടെറ്റ്. പലരുടെയും പേടി സ്വപ്നമായ കേടെറ്റ് കാറ്റഗറി 1 25 ദിവസം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിനുവേണ്ടിയുള്ള ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനുമായാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുകയാണെങ്കിൽ നല്ലൊരു പ്ലാനോടുകൂടെ പഠനം ആരംഭിക്കാൻ നിങ്ങൾക്ക് കഴിയും. കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ മികച്ച രീതിയിൽ തയ്യാറെടുക്കാമെന്ന് നമുക്ക് നോക്കാം. എന്താണ് കേടെറ്റ് കാറ്റഗറി 1? 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് ഇത്. ഇത് ആകെ 150 ചോദ്യങ്ങളും 150 മാർക്കും, 2.5 മണിക്കൂർ സമയം. നെഗറ്റീവ് മാർക്കില്ല എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. പ്രധാനമായും 5 വിഷയങ്ങളാണ് ഇതിലുള്ളത്. 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, 2 ഭാഷ 1 മലയാളം, ഭാഷ 2 ഇംഗ്ലീഷ്, ഗണിതം, പരിസ്ഥിതി ശാസ്ത്രം എന്നിങ്ങനെ ആകെ 5 വിഷയങ്ങളും ഓരോന്നും 30 മാർക്ക് വീതവുമാണ് ഉള്ളത്. വിജയിക്കാൻ പൊതുവിഭാഗങ്ങൾക്ക് 90 മാർക്കും സംവരണ വിഭാഗങ്ങൾക്ക് 82 മാർക്കുമാണ് വേണ്ടത്. ഇനി നമുക്ക് 25 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നോക്കാം. കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വളരെ നന്നായി ഉപയോഗപ്പെടുത്തണം. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ പഠനത്തിനായി കണ്ടെത്തണം. ആദ്യത്തെ 5 ദിവസങ്ങൾ അടിസ്ഥാനവും പ്രധാന വിഷയങ്ങളുമാണ് നമ്മൾ പഠിക്കേണ്ടത്. 1-ാം ദിവസം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ പിയാഷെ, വൈഗോട്സ്കി, കോൾബർഗ് എന്നിവരുടെ പഠന സിദ്ധാന്തങ്ങൾ നിർബന്ധമായും പഠിക്കണം. അതിന്റെ ഒപ്പം തന്നെ മുൻവർഷ ചോദ്യ പേപ്പർ പരിശോധിക്കുകയും വേണം. ഇത് പരീക്ഷയെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. 2-ാം ദിവസം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ തുടർച്ചയായ ബുദ്ധി, വ്യക്തിത്വം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നിവയും അതുകൂടാതെ ഭാഷ 1 മലയാളം. ഇതിൽ നിന്ന് മലയാളത്തിലെ അടിസ്ഥാന വ്യാകരണവും ശൈലികളും നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. 3-ാം ദിവസം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ തുടർച്ചയായ പഠന വൈകല്യങ്ങളും ബോധനശാസ്ത്രപരമായ സമീപനങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഭാഷ 2 ഇംഗ്ലീഷിൽ നിന്നും ഗ്രാമർ, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നിവ കൂടെ നമ്മൾ നോക്കണം. 4-ാം ദിവസം നമ്മൾ പഠിക്കേണ്ടത് ഗണിതമാണ്. ഇതിൽ സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ എന്നിവയുടെ അടിസ്ഥാന ക്രിയകൾ ചെയ്ത് പരിശീലിക്കുക. 5-ാം ദിവസം നമ്മൾ പഠിക്കേണ്ടത് EVS ആണ്. EVSൽ കുടുംബം, ഭക്ഷണം, ജലം, സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ കുറിച്ചാണ്. അതുകൂടാതെ 4 ദിവസം നമ്മൾ പഠിച്ച എല്ലാ വിഷയങ്ങളും ഒന്ന് റിവൈസ് ചെയ്യേണ്ട സമയം കൂടിയാണ് 5-ാം ദിവസം. ആദ്യത്തെ 5 ദിവസം നമ്മൾ ഓരോ വിഷയങ്ങളിലെയും അടിസ്ഥാന ഭാഗങ്ങളാണ് പഠിച്ചത്. ഇനിയുള്ള 10 ദിവസം ഓരോ വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. 6-ാം ദിവസം നമ്മൾ പഠിക്കേണ്ടത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നും അസസ്മെന്റും പോളിസികളുമാണ്. ഇത് കൂടാതെ മൂല്യനിർണ്ണയം, NCF, RTE എന്നിവയെ കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. 7-ാം ദിവസം നമ്മൾ പഠിക്കേണ്ടത് ഭാഷ 1 മലയാളമാണ്. അതിൽ കഥ, കവിത, ഉപന്യാസം എന്നിവ എങ്ങനെ പഠിപ്പിക്കാമെന്നതും അതുകൂടാതെ മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുകയുമാണ് ചെയ്യേണ്ടത്. 8-ാം ദിവസം നമ്മൾ പഠിക്കേണ്ടത് ഭാഷ 2 ഇംഗ്ലീഷ് ബോധനശാസ്ത്രത്തെ കുറിച്ചാണ്. ഇതിൽ ഇംഗ്ലീഷ് ടീച്ചിങ് മെത്തഡോളജീസ്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്നിവയെ കുറിച്ചാണ് വിശദമായി പഠിക്കേണ്ടത്. 9-ാം ദിവസം നമ്മൾ പഠിക്കുന്നത് ഗണിതമാണ്. ഗണിതത്തിൽ ജ്യാമിതിയും അടിസ്ഥാന കണക്കുകളുമാണ് പഠിക്കേണ്ടത്. ജ്യാമിതിയിൽ ആകൃതി, അളവുകൾ എന്നിവയും അതുകൂടാതെ സമയം, ദൂരം, ഭാരം, ഗണിത ബോധനശാസ്ത്രം എന്നിവയെ കുറിച്ചും വിശദമായി പഠിക്കണം. 10-ാം ദിവസം നമ്മൾ പഠിക്കുന്നത് EVSലെ പ്രധാന ഭാഗങ്ങളാണ്. ഇതിൽ പൊതുസ്ഥാപനങ്ങൾ, യാത്രാ മാർഗങ്ങൾ, ഊർജം, രോഗങ്ങൾ എന്നിവയെ കുറിച്ച് വിശദമായി പഠിക്കണം. അതുകൂടാതെ കഴിഞ്ഞ 5 ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുന്നതും നല്ലതാണ്. 11-ാം ദിവസം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ നിന്നും പ്രധാന കമ്മീഷനുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അവയുടെ റിപ്പോർട്ടുകൾ എന്നിവ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതുണ്ട്. 12-ാം ദിവസം നമ്മൾ ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യപേപ്പറുകളിൽ നിന്നും ഭാഷാ ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഭാഷ 1 മലയാളത്തിന്റെയും ഭാഷ 2 ഇംഗ്ലീഷിന്റെയും ചോദ്യങ്ങൾ പരിശീലിക്കുകയാണ് വേണ്ടത്. 13-ാം ദിവസം നമ്മൾ പഠിക്കേണ്ടത് ഗണിതമാണ്. ഇതിൽ അനുപാതം, ശരാശരി, ശതമാനം എന്നിവയിൽ നിന്നും ചോദ്യങ്ങൾ പരിശീലിക്കുകയാണ് ചെയ്യേണ്ടത്. 14-ാം ദിവസം നമ്മൾ പഠിക്കുന്നത് EVS ആണ്. ഇതിൽ നിന്നും പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതി ദുരന്തങ്ങൾ, ആരോഗ്യ ശുചിത്വം എന്നിവയെ കുറിച്ച് വിശദമായി പഠിക്കാം. 15-ാം ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഒരു മെഗാ റിവിഷനും ഒരു മോക്ക് ടെസ്റ്റുമാണ്. അതായത് 14 ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും സമയം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചോദ്യ പേപ്പർ ആൻസർ ചെയ്യുകയുമാണ് വേണ്ടത്. ഇനിയുള്ള അവസാന 10 ദിവസങ്ങൾ മോക്ക് ടെസ്റ്റുകളും റിവിഷനും മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. 16-ാമത്തെ ദിവസം മുതൽ 20-ാമത്തെ ദിവസം വരെ നമ്മൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ആണ്.
ഇതിൽ ഓരോ ദിവസവും ഒരു മുഴുവൻ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മുൻവർഷ ചോദ്യ പേപ്പർ പരിശീലിക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ തെറ്റ് വിലയിരുത്തുക. അതിനുശേഷം ഏത് ഭാഗമാണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് അറിഞ്ഞു പഠിക്കുക. 21 മുതൽ 23 ദിവസം വരെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആഴത്തിൽ റിവൈസ് ചെയ്യുക. പ്രധാന ഫോർമുലകൾ, നിർവചനങ്ങൾ, പഠന സിദ്ധാന്തങ്ങളുടെ പേരുകൾ എന്നിവയടങ്ങിയ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഇനി 24ാമത്തെ ദിവസം അവസാന റിവിഷൻ. തയ്യാറാക്കിയ നോട്ടുകളും പഠിച്ച കാര്യങ്ങളും വേഗത്തിൽ ഓടിച്ചു നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവസാന റിവിഷൻ സമയത്ത് പുതിയ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക മാത്രം ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി 25ാം ദിവസം പരീക്ഷയുടെ തലേന്ന് ടെൻഷൻ ഒഴിവാക്കുക, നന്നായി ഉറങ്ങുക. ഹാൾ ടിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ്, പേന എന്നിവ തലേന്ന് തന്നെ തയ്യാറാക്കി ബാഗിൽ വെക്കുക. വിജയിക്കാനുള്ള ചില ടിപ്സുകൾ നോക്കാം. കഴിയുന്നത്രയും മുൻവർഷ ചോദ്യ പേപ്പറുകൾ ചെയ്ത് പരിശീലിക്കുക. ഇത് കേട്ടറ്റ് പരീക്ഷയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഉപകാരപ്രദമാവും. സമയബന്ധിത പഠനം. ഓരോ വിഷയത്തിനും കൃത്യമായ സമയം നൽകുക. നോട്ട്സ് ഉണ്ടാക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വെക്കുന്നത് റിവിഷന് സഹായിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക. ആത്മവിശ്വാസം. നിങ്ങൾക്ക് ഈ പരീക്ഷ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നിലനിർത്തുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷ വിജയിക്കാൻ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, 25 ദിവസം എന്നത് വളരെ കുറഞ്ഞ സമയമാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടറ്റ്, LPSC, UPSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ വരും വീഡിയോസിൽ കാണാം. ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മോൾ ചോക്ക്.